ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ പോവാണ്. തുടങ്ങിക്കോ. ബാഡ് ആസുമ, ചീത്ത ചന്തി, ചീത്ത ചന്തിമ എന്നും പറഞ്ഞിട്ടാണ് അഖിൽമാരാറിനെ വരവേൽക്കുന്നത്. ചീത്ത ചന്തിമ. നമ്മുടെ ജഡ്ജസിനെ പറ്റി 2 വാക്ക് പറയണം. അതെ, അഗ്നിഗോളങ്ങൾ. ഏതായാലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ഇമേജ് ആണ് നിനക്കുണ്ടായിരിക്കുന്നത്. 3 സീറ്റിലിരിക്കുന്ന 3 ഗോളങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയൂ? 1 റിയാസ് ഗോളം, 2 അഖിൽമാരാർ ഗോളം, 3 രഞ്ജിനി ഹരിദാസ് ഗോളം. പ്രത്യേകിച്ച് ഇപ്പൊ ഗോളമായിട്ട് ഇപ്പൊ ആകാശത്ത് തിളങ്ങി നിൽക്കുക. അഖിൽമാരാർ രാജാവായിരുന്നല്ലോ. രാജാവിന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യം. ഇത് നമ്മുടെ അഖിൽമാരാറിന്റെ നിഴല കേട്ടു. അഖിൽമാരാറിന്റെ നിഴല് പോലും പോരാടി എന്നാണ് പറയുന്നത്. എല്ലാരും തലങ്ങും വിലങ്ങും ഊക്കുന്നു. ഇപ്പൊ ഈ നിഴല് കണ്ട ആളുകൾ പച്ചപ്പിലായിട്ട് പറയുന്ന അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ രഞ്ജിനി ഹരിദാസ് വന്നൊരു ഡയലോഗ് അടിക്കൂടെ? നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? വ്യക്തമായ നിലപാടുകൾ അതുണ്ടാകില്ലെന്ന്. ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തോട്ട് കാണിക്കുന്ന അഖിൽമാരാറിനെ. കറക്റ്റ്. എനിക്കൊന്ന് അഖിൽമാരാറിനെ തേമ്പാൻ വേണ്ടി ഇറക്കിയ ഡയലോഗ് പോലെ തോന്നിയത്. സമാധാനമായല്ലോ. ബാഡ് ആസുമ, ചീത്ത ചന്തി, ചീത്ത ചന്തി. ൂക്ക് കിട്ടി ചത്ത് കിടന്നാലെന്താ, സ്റ്റൈലിനൊരു കുറവില്ല എന്നുള്ളതാണ്. ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ. ജനമനസ്സുകളിൽ ഇടം നേടിയ 3 ഗോളങ്ങള്. അഖിൽമാരാർ ഇപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയതിനെയൊക്കെ പറ്റി ഞാനൊന്ന് ആലോചിച്ചു. സ്വന്തം പിടിപ്പില്ലായ്മ, കയ്യിലിരിപ്പ്. എന്റെ അഖിൽമാരാർ ഇത്രയും ജനമനസ്സുകളിൽ ചവിട്ടി ചേച്ചി ഇടം നേടിയ. അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ് അത്രത്തോളം ഇടം നേടിയിട്ടുണ്ട്. കൊണ്ട് കഴിഞ്ഞ കോക്കിയതു. ഈ MLA തോറ്റന്നെ വെച്ചിട്ടും രഞ്ജിനി കൊടുക്കുന്നുണ്ട്. ഈ എപ്പിസോഡ് തീരാൻ നേരത്ത് തോറ്റ MLA എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പുറത്ത് അഖിൽമാരാ ഏറി നിൽക്കുമ്പോഴാണ് ഈ അഗ്നിപരീക്ഷയുടെ ഷൂട്ട് നടക്കുന്നത്. പുറത്തുനിന്ന് നോക്ക്, അകത്തുനിന്ന് നോക്ക്. വന്നവനും പോയവനും എല്ലാവരും വന്ന് പച്ചയ്ക്ക് ആട്ടിയിട്ട് പോവാ മാരാറിനെ. ഒരവസ്ഥ നോക്കണേ. ആ 3 ജഡ്ജന്മാരുടെ കൂട്ടത്തില് ഒരു വിന്നറാ. കാര്യമില്ല, പട്ടികല്ല.